ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ് വിത്ത് ലൂണ. നമ്മളിന്ന് മുടി നന്നായി തഴച്ചു വളരാനും മുടി കൊഴിച്ചിൽ മാറാനും നാടൻ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 തണ്ട് കറ്റാർവാഴ, ചെമ്പരത്തി 4 അതിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ അത് എടുക്കാം നമുക്ക്. ചെറിയുള്ളി ഒരു 10 എണ്ണം, കറിവേപ്പില 5 6 തണ്ടെടുക്കാം, ഉണക്കനെല്ലിക്ക 50 ഗ്രാം എടുക്കണം, കുരുമുളക് 10നും 15 എണ്ണത്തിനും ഇടയിലായിട്ട് എടുക്കാം. എടുത്തു വെച്ച 50 ഗ്രാം ഉണക്കനെല്ലിക്ക ഇളം ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുക. കറ്റാർവാഴയും ഉള്ളിയും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക. കുതിർത്തി വെച്ച ഉണക്കനെല്ലിക്കയും വേപ്പിലയും മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. 1 കിലോ വെളിച്ചെണ്ണയിലാണ് ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയേക്കാൾ കുറച്ചുകൂടെ നല്ലത് വീട്ടിൽ തന്നെ ആട്ടിച്ചെടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അങ്ങനെ കിട്ടുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ എടുക്കുക. എണ്ണ കുറച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കറ്റാർവാഴ ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വാട്ടർ കണ്ടൻറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ച് ഉണക്കനെല്ലിക്കയും കറിവേപ്പിലയും അടുത്തായിട്ട് നമുക്ക് ചേർക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെമ്പരത്തിപ്പൂവും ഉള്ളിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഏതെണ്ണയും ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിയണത് അത് നാച്ചുറലാണ്. അതുകൊണ്ട് ഈ എണ്ണ യൂസ് ചെയ്യുമ്പോൾ മുടി കൊഴിയുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വാടുമ്പോഴേക്കും നമുക്ക് അടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി കരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞൊരിയെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഇത് എല്ലാം കറക്റ്റായിട്ടുണ്ട്, കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, കരിഞ്ഞു പോകാൻ പാടില്ല. ഓയിൽ തണുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഓയിലാണ് ഇത്. ഇതിലേക്ക് നമുക്ക് 2 വൈറ്റമിൻ ക്യാപ്സൂളിൻ്റെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിൽ വീട്ടിൽ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് യൂസ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാം.